Hi all, it's me JKK from JKK for you. So ഒരു മൂവി റിവ്യൂ ആണ്. രാവണ പ്രഭു 4K മൂവി റിവ്യൂ. ഒക്ടോബറിൽ കണ്ട സിനിമയാണ് FTFS. ഇപ്പോൾ ഡിസംബറിലാണ് റിവ്യൂ പറയുന്നത്. ഓക്കെ, ഇവിടെ കോട്ടയം അഭിലാഷിലാണ് സിനിമ കണ്ടത്. 4K എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഈ സിനിമ കാണുന്നത്. രാവണ പ്രഭു നമ്മൾ കുറേ തവണ ടി വിയിലൊക്കെ കണ്ട സിനിമയാണ്. 4Kയിലേക്ക് ഒന്ന് ഇറങ്ങിയപ്പോൾ FTFS തന്നെ കണ്ടു. സവാരി ഗിരിഗിരി. So, written and directed by Ranjit, production by Anjani Prembabur, Ashwa Cinemas, camera P. Sukumar, editor Ranjan Abraham, music, songs Suresh Peters and BGM C. Rajamani. Castileki പോകുമ്പോൾ ഡെഫിനറ്റ്ലി മോഹൻലാൽ ആസ് മംഗലശ്ശേരി നീലകണ്ഠൻ ആൻഡ് മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ MN കാർത്തികേയൻ, നെപ്പോളിയൻ മുണ്ടയ്ക്കൽ ശേഖരൻ നമ്പ്യാർ, then Vasundhara Das as Janaki Nambiar, then Siddiq SP Srinivasan Nambiar IPS, then Sai Kumar Vijay Raghavan, Manoj Kachayan, പിന്നെ ഇന്നസെന്റ് വാരിയർ, പിന്നെ രേവതി ആസ് ഭാനുമതി. അങ്ങനെ കുറേ താരങ്ങളുണ്ട് ഈ സിനിമയിൽ. ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗമായതുകൊണ്ട് തന്നെ ദേവാസുരത്തിലെ ക്യാരക്ടേഴ്സും പിന്നെ പുതിയ ക്യാരക്ടേഴ്സും ഉണ്ട് ഈ സിനിമയിൽ. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു നമ്മൾ അടിച്ചുപൊളിച്ചു തിയേറ്ററിൽ. പിന്നെ പാട്ടുകൾ തകിലു പുകലു, ദെൻ പൊട്ടുകുത്തടി, പിന്നെ ഇതിലൊരു ഇമോഷണൽ സോങ് ഉണ്ട്, ആകാശദീപങ്ങൾ സാക്ഷി, പ്രത്യേകിച്ചും ഭാനുമതി ക്യാരക്ടർ, രേവതിയുടെ ക്യാരക്ടർ ഭാനുമതി മരിക്കുമ്പോൾ ഉള്ള സോങ് ആകാശദീപങ്ങൾ സാക്ഷി. പിന്നെ ഇതിലൊരു റൊമാൻറ്റിക് സോങ് അറിയാതെ. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ട സീക്വൻസിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും സിനിമയുടെ തുടക്കത്തിൽ തന്നെയുള്ള ഗൗണ്ടർ ലാലട്ടൻ്റെ എൻട്രി, നടു റോഡിൽ എന്താ ഇങ്ങനെ, പിന്നെ ഇവനെ നമുക്ക് മിമിക്സിൽ ചേർത്ത് നമുക്ക് മിമിക്രി പഠിപ്പിക്കാമുള്ള ഇവൻ ഭാവിയിൽ ജയറാമല്ലേ. അത് കഴിഞ്ഞൊക്കെ വരുന്ന നമ്മുടെ കാർത്തികേയനല്ല, MN കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, ആ ഒരു സ്റ്റൈലൊക്കെ കൊള്ളാം. പിന്നെ അതിനുശേഷം വരുന്ന തകിലുപുകിലു പാട്ട് അറിയാലോ. പിന്നെ ഹോസ്പിറ്റൽ സീൻ, നമ്മുടെ ഓൾഡ് ക്യാരക്ടർ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ആ ഒരു ക്യാരക്ടർ ഭാനുമതിയായിട്ടുള്ള ഒരു വീൽ ചെയർ ചവിട്ടുന്ന ആ ഒരു ഇൻട്രോയും എല്ലാം അതിഗംഭീരമാണ്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവെല്ലിലേക്കൊക്കെ പോകുമ്പോൾ പോലീസ് നമ്മുടെ ശ്രീനിവാസൻ നമ്പ്യാരായിട്ടുള്ള ആ ഒരു ഫൈറ്റ്, നടു റോഡിലുള്ളൊരു ഫൈറ്റ്, ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല. അത് നല്ലൊരു സീൻ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ലാലട്ടൻ്റെ റെഡ് ഷർട്ടൊക്കെ തന്നെ അതിഗംഭീരമാണ്. അത് കോസ്റ്റ്യൂമും പിന്നെ ലാലട്ടൻ്റെ സ്റ്റൈലും ഹോളിസ് കുപ്പി സ്റ്റൈലും, ഹാവ് എ ടീ ബ്രേക്ക്. പിന്നെ ഇൻ്റർവ്യൂവിന് ശേഷം വരുന്ന വസുന്ധര ദാസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സീക്വൻസ്, അതും അതിഗംഭീരമാണ്. പ്രത്യേകിച്ച് ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ഫ്രണ്ടിലുള്ള ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീക്വൻസ്, പ്രത്യേകിച്ചും ജനകപുത്രി മൈഥിലി ഇപ്പോഴും നീ ഒരു രാമിൻ്റെയും സ്വന്തമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആ ഒരു സീക്വൻസും, പിന്നെ അതിനുശേഷം വരുന്ന നമ്മുടെ പാട്ട് അറിയാതെ എന്ന് പറഞ്ഞ ആ റൊമാൻറ്റിക് സോങ് അതിഗംഭീരമാണ്. ആ വിഷ്വലൊക്കെ തന്നെ അതിഗംഭീരമാണ്. പിന്നെ പൊട്ടുകുത്തുടി പടകുത്തുടി അറിയാലോ, അതൊക്കെ അടിച്ചു പൊളിച്ച സോങ്ങാണ് തിയേറ്ററിൽ. പിന്നെ നെപ്പോളിയൻ ആസ് എ വില്ലൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ ന്യൂ വില്ലൻ ഓരോ കലക്കി. എന്താണെങ്കിലും ഒന്നും പറയാനില്ല, അടിച്ചു പൊളിച്ചു നമ്മൾ ഒക്ടോബറിൽ. ഇപ്പം ഡിസംബറായി അപ്പോഴും കുഴപ്പമൊന്നുമില്ല. റിവ്യൂ ഒക്കെ ഇപ്പോൾ മതിയല്ലോ. നമ്മൾ പഴയ പടമല്ലേ, ടി വിയിലൊക്കെ നമ്മൾ എത്ര തവണ കണ്ട സിനിമയാണ്. പക്ഷേ ടി വിയിൽ നമ്മൾ കുറേ തവണ കണ്ടെങ്കിലും തിയേറ്ററിൽ അടിച്ചു പൊളിച്ചു നമ്മൾ. മോഹൻലാൽ ഫാൻസ്, ലാലട്ടൻ ഫാൻസ് നമ്മൾ തകർത്ത് വിട്ടില്ലേ. ഹേ സവാരി ഗിരിഗിരി, ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ആ സീക്വൻസും കൊള്ളാം. നമ്മുടെ മുണ്ടക്കൽ ശേഖരൻ്റെ വീട്ടിൽ പോയി പറയുന്ന ആ ഡയലോഗൊക്കെ, ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന, അത് റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ. സവാരി ഗിരിഗിരി. ഇപ്പോൾ പോട്ടെ, ബൈ.